ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടെക്കിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഒരു പവർ പോയിന്റ് എന്നുള്ളതിലൂടെ നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റേഷൻ നടത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി മാക്സിമം കൂട്ടി വെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ വീഡിയോ അവസാനം വരെ കാണുക. കുറച്ച് ലെങ്തിയൊക്കെ ആയിരിക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ തന്നെ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ ചെയ്യണം. അപ്പം നമുക്കൊട്ട് സമയമൊന്നും കളയണ്ട, നമുക്ക് അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പം നമുക്ക് പ്രധാനമായിട്ടും ചില കൂട്ടുകാർക്ക് ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി കാണും പവർ പോയിന്റ് എന്ന് പറയുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ പവർ പോയിന്റ് എന്നുള്ളത് കിട്ടും കേട്ടോ. കണ്ടോ, പവർ പോയിന്റ് ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പം അങ്ങനെ അങ്ങ് അടിച്ചു കൊടുത്തിട്ട് എടുത്താണ് കേട്ടോ. അപ്പം അത് ഓപ്പൺ ആയി വരുന്നുണ്ട് പവർ പോയിന്റ്. കണ്ടോ, പവർ പോയിന്റിനകത്തിൽ കുറേ അധികം ഡിസൈനുകൾ ഓൾറെഡി നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ചില കൂട്ടുകാർക്ക് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ആയിരിക്കാം, ചിലർക്ക് അല്ലാത്ത രീതിയിലുള്ള ആയിരിക്കും. അപ്പം നമുക്ക് ഏത് രീതിയിൽ വേണം എന്നുള്ള ടെംപ്ലേറ്റുകളും തീംസുകളും ഒക്കെ തന്നെ ഇതിനകത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് അങ്ങോട്ട് എടുക്കുകയാണേ. അത് ഏത് വേണമെങ്കിലും നമുക്ക് അതിന് സേവ് ഒക്കെ ചെയ്തിടാവുന്നതാണ്. അപ്പം ഇതിനകത്തിലും കുറേ അധികം റിബണുകളുണ്ട്. ഫയല്, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, അത് ഓൾറെഡി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ട ട്രാൻസിഷൻ, അതുപോലെ തന്നെ ആനിമേഷൻസ്, സ്ലൈഡ് ഷോ, അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പവർ പോയിന്റിനകത്തിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പ്രസൻറ്റേഷൻസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു സെമിനാർ പ്രസൻറ്റേഷൻ ആണിത്. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ടെംപ്ലേറ്റ് അനുസരിച്ചുള്ള ഡിസൈൻ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ മൂന്നാമത്തെ ഡിസൈൻ എന്ന് പറയുന്ന, അതായത് ഫാസറ്റ് എന്ന് പറയുന്ന ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ഡിസൈനാണ് നമുക്ക് ഓരോന്നിനകത്തിലും നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. കണ്ടോ, ആ ഡിസൈൻ ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്ത് കാണിക്കാവേ. കണ്ടോ, അപ്പോൾ അതിൻ്റെ തീംസ് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓരോ സ്ലൈഡുകളുടെ പാറ്റേൺസ് കാണിക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ 9 സ്ലൈഡാണ് ഞാൻ ഓൾറെഡി അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ പുതുതായിട്ട് പഠിക്കാനുള്ളത് ഹോം, ഇൻസേർട്ട് ഒക്കെ പ്രധാനമായിട്ടും ഇതിൽ ഓരോരോ സ്ലൈഡുകളായിട്ടാണ്. ഒരു പാർട്ട് സ്ലൈഡ്, ഇതൊരു പാർട്ട് സ്ലൈഡ്, 2 സ്ലൈഡുകളായിട്ടാണ് ഓരോന്നിലും വരുന്നത്. നമുക്ക് പുതുതായിട്ടുള്ള സ്ലൈഡൊക്കെ എടുക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഹോമിൽ പോയിട്ട് ന്യൂ സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ലൈഡ് ഉണ്ടോ, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ടൈറ്റിൽ സ്ലൈഡ്, സെക്ഷൻ ഹെഡർ, ടൈറ്റിൽ ഓൺലി, കമ്പാരിസൺ ടു കണ്ടന്റുകൾ, ബ്ലാങ്ക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് എടുക്കാം. അതല്ല ടേബിൾസ്, ചാർട്ട്, പിക്ചേഴ്സ് ഒക്കെ കൊണ്ട് ആഡ് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടന്റും ക്യാപ്ഷനും വെച്ചിട്ടുള്ളത് എടുക്കാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കുറേ ഓപ്ഷൻസ് കിടക്കുന്നുണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ്, സെലക്റ്റഡ് സ്ലൈഡ്, സ്ലൈഡ് ഫ്രം ഔട്ട്ലൈൻ, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനകത്തിൽ ഹോം എന്ന് പറയുന്നതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും ഇത് മാത്രമേ ഉള്ളൂ നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഡിസൈൻ, ഇൻസേർട്ടിനകത്തിൽ പ്രധാനമായിട്ടും പുതിയ രീതിയിലൊന്നും തന്നെ ഇല്ല. അതിൽ നമുക്ക് വേണമെങ്കിൽ പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്യാനോ ടേബിൾസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനോ ഓൾറെഡി ഇതിനകത്ത് തന്നെ എല്ലാം തന്നെ ഉണ്ട്. ഈ ഓരോ സ്ലൈഡിനകത്തിലും ഓരോന്ന് സെക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൽ ഒരെണ്ണം എടുത്തൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ടേബിൾ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ. ഞാനപ്പോൾ രണ്ടാമത്തെ സ്ലൈഡാണ് എടുത്തിട്ടുള്ളത്, ന്യൂ സ്ലൈഡിൽ പോയിട്ട്. അപ്പോൾ അതിനകത്തിൽ ഇൻസേർട്ട് ടേബിൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കോളം വേണം, എത്ര റോസ് വേണമെന്ന് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ടേബിൾ വരച്ച് കാണിക്കും. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്താണ്. അതുപോലെ തന്നെ ബാറ്, നമുക്ക് ചാർട്ടുകൾ വരയ്ക്കാം. അത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള പൈ വേണമെങ്കിൽ പൈ, ബാറ്, ഏരിയ, സ്റ്റോക്ക്, സർഫേസ്, റാഡർ, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓക്കെ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് അത് കൊണ്ട് കൊടുക്കാം. പല ഡിസൈനുകൾ നമ്മൾ ഓരോ ഇതിനകത്തിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, അപ്പം അതാണ് ചാർട്ടിൻ്റെ കാര്യം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഇൻസേർട്ട് സ്മാർട്ട് ആർട്ട് എന്ന് പറയുന്ന ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാനുള്ളതുണ്ട്. നമുക്ക് അത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് കേട്ടോ. പല തരത്തിലുള്ള ഗ്രാഫിക്സുകളാണ്. ഓൾ, ലിസ്റ്റ്, പ്രോസസ്സ്, സൈക്കിളിൻ്റെ പാറ്റേണിലുള്ളത്, ഹൈറാർക്കിയുടെ പാറ്റേണിലുള്ളത്, റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ, മെട്രിക്സ്,
അങ്ങനെ പിക്ചേഴ്സ്, അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതൊക്കെ കൊണ്ടുപോയി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഓക്കെ ബട്ടൺ ഉണ്ട്, അതിൽ കൊണ്ടുപോയി പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കിട്ടുന്നതായിരിക്കും. വേണ്ടാന്നുണ്ടെങ്കിൽ അതും കളഞ്ഞു വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ പിക്ചർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിക്ചർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ, ഇപ്പോൾ ഡോക്യുമെൻ്റ് ആണോ, ഡൗൺലോഡിലാണോ, പിക്ചറിലാണോ, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതും നമുക്ക് ആ ഒരു സ്ലൈഡിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് കാണിക്കാനായിട്ട് ഓൺലൈൻ പിക്ചേഴ്സ്, നമുക്ക് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ പിക്ചേഴ്സ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നുകിൽ മൊബൈലിൻ്റെ ഹോട്ട്സ്പോട്ട് വെച്ചിട്ട് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ സൗകര്യമുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് കൊടുക്കാമെന്നാണ്. അതുപോലെ ഇൻസേർട്ട് വീഡിയോസ് വേണമെങ്കിൽ ഇതിനകത്തിൽ കൊണ്ടുപോയി നമുക്ക് വീഡിയോകൾ കിടപ്പുണ്ടെങ്കിൽ അതും പ്രധാനമായിട്ടും ഇൻ്റർനെറ്റ് കണക്ഷൻ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ പാർട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓരോ ഫ്രെയിമുകൾ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് വേണം ഇത് ഓരോന്ന് കൊടുക്കാനായിട്ട്. നമുക്ക് ഇതിനകത്ത് പോയിട്ട് നമുക്ക് ഏത് പാറ്റേൺസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഓരോന്നോരോന്ന് മാറി മാറി വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് സ്റ്റൈല് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഇതൊരു സ്റ്റൈലാണ്. അപ്പോൾ ഓരോ സ്ലൈഡാണ്, ആ സ്ലൈഡിൻ്റെ ഡിസൈനുകളൊക്കെ നമുക്ക് തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ അതിന് കളർ കൊടുക്കാം, ലേ ഔട്ട് കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ ഇൻസേർട്ടും ഹോമും പഠിക്കുന്ന പോലെ തന്നെ കട്ട്, കോപ്പി, പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തിൽ. സ്ലൈഡുകളൊക്കെയാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. നമ്മൾ എടുത്തിട്ടുള്ള ഓരോ സ്ലൈഡുകളും നമുക്ക് ഇതിനകത്തിൽ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇതിനകത്തിലുള്ള മാറ്റം ഇതാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം. അപ്പോൾ ഇതിനകത്തിൽ നോണ്, കട്ട്, ഫെയ്ഡ്, പുഷ്, വെയ്പ്പ്, സ്പ്ലിറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് ഓരോന്ന് കൊടുക്കുമ്പോൾ ഇത് മാറി മാറി വരുന്നത് എങ്ങനെ നോക്കാവേ. മാറ്റം വരുന്നത് പുതിയ രീതിയിലാണ് വരുന്നത്. പുതിയ മോഡൽ വൈപ്പ്, സ്പ്ലിറ്റ്, അത് ട്രാൻസിഷൻ പാർട്ടാണ്. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. മാറ്റം വരുന്നതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേറെ ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, കളറുകൾ വേണമെങ്കിൽ കൊടുക്കാം, ബോർഡിൻ്റെ കളറ്, അതുപോലെ തന്നെ ഫോണ്ടുകൾ മാറ്റി കൊടുക്കാവുന്നതാണ്, ലേ ഔട്ടുകൾ മാറ്റി കൊടുക്കാം. ഇതിനകത്ത് തന്നെ ഹെഡറും ഫൂട്ടറും ഒക്കെ തന്നെ കൊടുക്കാം. ഇതെല്ലാം നല്ല ഓരോരോ ഇതായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട്, നോ സൗണ്ട്, അതുപോലെ തന്നെ പല തരത്തിലുള്ള സൗണ്ടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആരോ, ബോംബ്, ബ്രീസ്, അതുപോലെ തന്നെ ക്യാമറ. അപ്പോൾ അത് ഓരോ സൗണ്ടുകളാണ്. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡുകൾ തുടങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള സൗണ്ടുകൾ വരും. നോ സൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നോ സൗണ്ട്. അപ്പം അതുപോലെ തന്നെ മൗസ് ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേനാണ് ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം, അതല്ലാതെ വേണ്ടാന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ ടൈമുകൾ, എത്ര ഡ്യൂറേഷൻ വരെ ഇതൊക്കെ നിലനിൽക്കണം എന്നുള്ളതാണ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ്റേത്. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എത്ര വേണമെങ്കിലും നമുക്ക് ടൈമുകൾ കൂട്ടി കൊടുക്കാം, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പലതരത്തിലുള്ള എഫക്റ്റുകളുണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആനിമേഷൻ എന്ന് പറഞ്ഞാൽ. അതും ഇതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിഷൻ്റെ പാർട്ടിൽ വരുന്നതാണ്. അതും നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൊടുത്തു നോക്കാം. അതിനകത്തിലുണ്ട് അപ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഫെയ്ഡ്, ഫ്ലൈ. അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ നമുക്ക് മാറുന്ന നോക്കാം. മറ്റേതുപോലെ തന്നെയാണ് കേട്ടോ. ഫ്ലൈ, ഫ്ലോട്ട്, സ്പ്ലിറ്റ്, വൈപ്പ്, ഷേപ്പ്, വീല്, റാൻഡം ബാർസ്, അങ്ങനെ ഇഷ്ടംപോലെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ആനിമേഷൻസ് വേണമെങ്കിൽ ഇവിടെയും കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പാർട്ടിലും വേണമെങ്കിൽ ആനിമേഷൻസ് ഒക്കെ തന്നെ കിടപ്പുണ്ട്. ഫെയ്ഡ് അതൊക്കെ അതിനിപ്പോൾ ആക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനകത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് സ്ലൈഡ് ഷോ ആണ്. അതൊരു റിബണാണ്. സ്ലൈഡ് ഷോ ആണെങ്കിൽ ഫ്രം ടു ബിഗിനിങ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമുക്കത് ഫ്രം ടു ബിഗിനിങ് ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ട് വരും. ഓരോരോ പാർട്ടായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ഫുള്ള് വരുന്നുണ്ട്. എൻ്റർ അടിച്ചെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് തയ്യാറാക്കാൻ ഈസി ആയിരിക്കും. ലാസ്റ്റ് കൺക്ലൂഷൻ പാർട്ട് വരെയുണ്ട്. അത് കഴിയുമ്പോഴത്തേന് ഇങ്ങനത്തെ ഒരു ഇത് വരും. ഇവിടെ എൻഡ് ഓഫ് സ്ലൈഡ് ഷോ, ക്ലിക്ക് ടു എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലേക്ക് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ ആ ഒരു ഇതിലേക്ക് തന്നെ തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഹൈഡ് ചെയ്യാം, കസ്റ്റമൈസിൽ
നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് എടുക്കാവുന്നതാണ്, റെക്കോർഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ റിവ്യൂവിനകത്തിൽ പ്രധാനമായിട്ടും ഇതിനകത്തിൽ ഒന്നും തന്നെ ഇല്ല. ലാംഗ്വേജസ് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ ഓൾറെഡി, അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. കമൻറ്റ് ബാനുകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഇതിന് നമ്മൾ എന്ത് കാര്യങ്ങൾ കൊടുത്താലും സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അതിനകത്തിൽ സെലക്ട് ആ ഒരു പാർട്ട് നമുക്ക് കണ്ടോ, ഇങ്ങനെ ഓരോരോ സ്ലൈഡുകൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവെക്കാനായിട്ട് സാധിക്കും. എത്ര വേണമെങ്കിലും നമുക്ക് വലുതാക്കാനായിട്ട് സാധിക്കും. കണ്ടോ, ഞാൻ കാണിച്ചു തരാം വലുതാക്കുന്നത്. അപ്പം ഇതിങ്ങനത്തെ ഒരു ആരോ കാണത്തില്ലേ, കണ്ടോ, ഇങ്ങനത്തെ ഒരു ആരോ കാണും. കണ്ട, ഈ ആരോയെ പിടിച്ചിങ്ങനെ തപ്പോട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര മാത്രം വേണേലും ഇത് വലുതായി കാണിക്കും. കണ്ട, ആ സ്ലൈഡ് വലുതായി തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ മാറ്റി വെക്കാനായിട്ടുള്ള ആ ഒരു ഇതാണ് ഈ കാണുന്ന രീതിയിലുള്ള ആ ഒരു ക്ലിയർ അല്ല. അപ്പം നോക്കുക എല്ലാ കൂട്ടുകാരും. ഇത് ഒരു ആരോ മാർഗ്, 4 സൈഡിലും ആരോ മാർഗ് പോലുള്ള ഒരെണ്ണം വരും. അപ്പം അതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. പുതിയ സ്ലൈഡുകൾ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട്, കോപ്പി, പേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ബോണ്ട് വലുതാക്കാം, കളർ കൊടുക്കാം. അപ്പം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാം. നമുക്ക് ഡിലീറ്റ് വെക്കണം. അപ്പം ഒരു സ്ലൈഡ് ഇവിടെ വെറുതെ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ലൈഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് പാറ്റേൺ മാറ്റി കൊടുക്കുക. ഈ എണ്ണ ഇതിൽ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് മാറ്റി കൊടുക്കാം. ഉണ്ടോ, അപ്പം ആ ഒരു സ്ലൈഡ് ആ ഒരു ഭാഗത്തായിട്ട് വരും. പിന്നെ അതുപോലെ ഒരു സ്ലൈഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ലൈഡിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യാം. കീബോർഡിലെ ബാക്ക് സ്പേസോ അല്ലെങ്കിൽ ഡിലീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പം മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് കരുതുന്നു. ഫോണിൻ്റെ കുഴപ്പമാണ് കേട്ടോ, ക്ഷമിക്കുക കൂട്ടുകാരൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിസൈനുകളൊക്കെ ഏത് വേണമെങ്കിലും ഡിസൈനുകൾക്ക് കൊടുക്കാം കേട്ടോ. ഏത് ഡിസൈൻ മേടിച്ച് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രസൻറ്റേഷനൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് കാണുക. ജസ്റ്റ് കണ്ട, ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതൊക്കെ ഒത്തിരി ഓവർ അങ്ങ് റെഡ് കളർ മാതിരിയാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ ആരും ഇങ്ങനെ ഇത്രയുള്ള ഡിസൈൻസ് ഒന്നും അങ്ങനെ ആരും എടുക്കാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സ്ലൈഡിൻ്റെ സൈസസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്റ്റാൻഡേർഡ്, വൈഡ് സ്ക്രീന് വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. അത്ര അതിനനുസരിച്ചുള്ള സ്ലൈഡിൻ്റെ ആ ഒരു സൈസൊക്കെ കൂടിയൊക്കെ ഇരിക്കും. ഇത്രയാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറൊരാൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് മെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി നമുക്ക് ഇതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫോയിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, സേവേഴ്സ്, പ്രിൻറ്റ്, ഷെയർ. അപ്പോൾ നമുക്ക് എടുക്കുന്ന സാധനങ്ങളുടെ ഒക്കെ തന്നെ പ്രിൻറ്റ് വേണം എടുക്കാം, സേവ് ചെയ്യാം. ഏത് ഫോൾഡറിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊന്ന് സേവ് ചെയ്യാം. ആ ഒരു ഇതിലേക്ക് നമ്മുടെ ഫോൾഡറിൽ വെച്ചിട്ട് ആ ഒരു നെയിം കൊടുത്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തുടങ്ങുമ്പോൾ നമുക്ക് ആ പേര് തന്നെ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് സേവാസ് കൊടുത്ത് പോയാൽ മതിയായിരിക്കും. പുതിയ ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതുപോലെ തന്നെ എററുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ പോയിട്ട് പ്രൂഫിങ്ങിൽ പോയിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക, ഗ്രാമർ, സ്പെല്ലിംഗ് എന്നുള്ളത്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒക്കെ എററുകൾ പോവും. അല്ലാത്ത എററുകളൊക്കെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തവണ വീണ്ടും വേറൊരു വെറൈറ്റി ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അതുവരെ നമുക്ക് സേവ് ചെയ്ത് പോകണം കേട്ടോ. അപ്പം ഇന്നത്തേന് എല്ലാവർക്കും നന്ദി. ബൈ.